ഗാനം ആലപിച്ച ജോസഫിനുള്ള നന്ദി ഞാൻ ചർച്ചിന്റെ പേരിൽ അറിയിക്കുന്നു. ആശംസ പറയുന്നതിനായി ഹിജിച്ചോക്ക അവരുടെ ക്ഷണിച്ചു. ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം ബോധ്യപ്പെടുമാറാകട്ടെ. നാം ഇന്ന് ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ക്രിസ്തുമസ്. മറ്റുള്ള പല ആഘോഷങ്ങളും നാം ഈ ലോകത്തിലുണ്ടെങ്കിലും ക്രിസ്തുമസ് ആണ് ലോകം മുഴുവൻ ആചരിക്കുന്ന ഒരു ആഘോഷം. കാരണം ദൈവപുത്രൻ്റെ ആ പിറവിയുടെ ആ ദിനങ്ങൾ അത് ഏറ്റവും മഹത്തരവും ഏറ്റവും സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ്. നാം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിന്നോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് അയച്ചിരിക്കുന്നു. അതെ, അവിടെ നാം വായിക്കുന്നു, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. നാമോടെ അങ്ങനെ വായിക്കുന്നുവെങ്കിലും സർവ്വജനത്തിനും ആ സന്തോഷം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആ സന്തോഷം ഉണ്ടാകണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു ഓരോ മനുഷ്യന്റെ ഹൃദയത്തിൽ ജനിച്ചുവെങ്കിൽ മാത്രമേ ആ സന്തോഷത്തിന് പങ്കാളികളായി തീരുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. അതൊരു പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ്. യേശു ക്രിസ്തു ലോകരക്ഷിതാവായി ജനിച്ചു, കാൽവരിൽ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ഭരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റും ഒക്കെ ശരിയാണ്. എങ്കിൽ തന്നെയും ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ ആ സന്തോഷത്തിന്റെ പങ്കാളികളായി തീരുവാൻ സാധിക്കുള്ളൂ എന്ന് ഞാൻ ഇപ്പോൾ ഈ സമയം ഇവിടെ ഓർപ്പിക്കുകയാണ്. അത് അങ്ങനെ നമുക്കറിയാം, പലരും അങ്ങനെ ഈ സന്തോഷം പൂർണ്ണമായിട്ട് അനുഭവിക്കണം നാം ആഗ്രഹിക്കുന്നുവെങ്കിലും ഇന്ന് കർത്താവിനെ ഈ രക്ഷകനെ അംഗീകരിക്കുവാണ്ട് ലോകത്തിൽ പലരും അത് വിമുഖത കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ലോകരക്ഷകനായ കർത്താവ് യേശു ക്രിസ്തു സർവ്വ മനുഷ്യവർഗത്തിന് വേണ്ടിയാണ് മരിച്ചത് നമുക്കറിയാം. പക്ഷേ ഈ രക്ഷ കരസ്ഥമാക്കുവാനായിട്ട്, ഈ സന്തോഷത്തിന് പങ്കാളിയായി തീരുവാനായിട്ട് അധികം പേർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ദൗത്യം ആശംസ പറയുവാനാണ്. ഈ ക്രിസ്തുമസിൻ്റെ ഈ സന്തോഷകരമായ ഈ വേളകളിൽ എല്ലാവരും സന്തോഷത്തിലും ആനന്ദത്തിലുമായിരിക്കുമ്പോൾ എൻ്റെ എല്ലാവിധമായ ക്രിസ്തുമസിൻ്റെ ആശംസകളും ഈ നമ്മുടെ മീറ്റിങ്ങിൻ്റെ നാമത്തിൽ നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും നമുക്കൊരു ആശംസ കേൾക്കാം. അതിനായി ഐസക് ജോൺ അവരുടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിൽ നമ്മൾ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരു വേദിയിലേക്ക് വരാൻ വളരെ താമസം വന്നുപോയി. നമുക്കറിയാം, നമ്മളിവിടെ വേറെ മറ്റുള്ള പ്രോഗ്രാമിലേക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്, വരാൻ സാധ്യമായിട്ടില്ല. എന്നാലും കൃത്യസമയത്ത് തന്നെ വരാൻ നമുക്ക് സാധ്യമായി. പകുതി മണിയോളം ഇട്ടേച്ച് നിങ്ങളുടെ കൂടെ ഈ ഭാഷ ആഘോഷിക്കണം എന്നൊരാഘോഷം പകുതി സാധനങ്ങളോട് വെച്ച് രാവിലെ വെളുപ്പിന് 5 മണിക്ക് ഞങ്ങൾ ഹാജരായേക്കാം എന്നുള്ള കരാറിലാണ് നമ്മൾ തിരിഞ്ഞു പോരാൻ ഞങ്ങൾക്ക് ഇടയായതെന്ന്. അപ്പം ഈ വർഷത്തെ ക്രിസ്തുമസും നമുക്ക് വളരെ ദൈവനാമത്തിൽ ഇങ്ങനെ സന്തോഷിപ്പാൻ ഇടയാക്കി സൂചിക്കുന്നു. പ്രിയ ജയം പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും വളരെ ഒരു ആശംസ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ക്രിസ്തുവിനോട് ചേർന്ന് നമ്മളുണ്ടായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല കാര്യമാണ്. ക്രിസ്മസ് നമ്മൾ പല രീതിയിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ദൈവവുമായിട്ടുള്ള ഒരു അടുപ്പം നമ്മുടെ ജീവിതം എത്രമാത്രമാണ് ഓരോ ക്രിസ്മസ് കൂടുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്ന കാര്യം.